നമസ്കാരം. നമ്മളൊരു കാര്യത്തെപ്പറ്റി വിലയിരുത്തുമ്പോൾ അതിന് 4 കാര്യങ്ങളാണ് ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ളത്. അതായത് അന്വേഷണം, പരീക്ഷണം, നിരീക്ഷണം, സാമാന്യവൽക്കരണം. ഇതാണ്. ആദ്യം നമ്മളൊരു കാര്യത്തെപ്പറ്റി അന്വേഷിക്കുക, പിന്നെ അതിനെപ്പറ്റി നിരീക്ഷിക്കുക, നിരീക്ഷിച്ച് കഴിഞ്ഞ ശേഷം പരീക്ഷണം നടത്തുക, പിന്നീട് സാമാന്യവൽക്കരണം ചെയ്യുക. ഇത്രയുള്ള കാര്യം. ഏത് കാര്യത്തിലും ഇത് കൃത്യമായൊരു സാധനമാണ്. ലോകത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഈ വിഷയത്തിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ പ്രിൻസ് എന്ന് പറയുന്ന ഞാൻ ഒരിക്കലും അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, മാധ്യമജീവിതത്തിനിടയ്ക്ക് ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം കേരള കോൺഗ്രസ് നേതാവാണ്. ചെറിയ പ്രായത്തിൽ തന്നെ 10-9 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹം ട്രെയിൻ യാത്രക്കിടയിൽ വേളാങ്കണ്ണിക്ക് പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് മരിക്കുകയുണ്ടായി. ഈ വാർത്ത ആദ്യം എയർ ചെയ്യുന്നത് ശബരി ന്യൂസിലെ ശ്രീ സോജൻ ജേക്കബാണ് ഈ വാർത്ത എയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വാർത്ത കണ്ടപ്പോൾ തന്നെ ഞാൻ സോജനെ വിളിച്ചു. സോജൻ പറഞ്ഞതാണ് കാര്യം. അവർ ട്രെയിനിനാണ് പോയത്, കുടുംബാംഗങ്ങളുണ്ടായിരുന്നു. ട്രെയിൻ ആയതുകൊണ്ട് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റിയില്ല, അടുത്ത സ്റ്റേഷനിൽ ചെന്നാലേ കാര്യം നടക്കുകയുള്ളൂ എന്ന് ധാരണ മറ്റോ ആയിരിക്കാം. എന്തായാലും ആൾ മരിച്ചുപോയി. നല്ലൊരു നേതാവായിരുന്നു, കഴിവുള്ള ആളായിരുന്നു. ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമുക്ക് പലപ്പോഴും ചില കാര്യങ്ങൾ നമുക്ക് ശാസ്ത്രീയമായിട്ട് നമുക്ക് കണ്ടെത്തണമെന്ന് നിർബന്ധമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പഴുത്തൊലിയെ ചവിട്ടിയാൽ, ഉദാഹരണമാണ് കേട്ടോ, ഉദാഹരണം മാത്രമാണ്, പഴുത്തൊലിയെ ചവിട്ടിയാൽ തെന്നി പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു നിരീക്ഷണത്തിൻ്റെ സാമാന്യവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. എന്നിരുന്ന് എല്ലാവരും പഴുത്തൊലിയെ ചവിട്ടിയാൽ തെന്നി വീഴാറുമില്ല. പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോവിഡ് വാക്സിനേഷൻ്റെ കാര്യത്തിൽ അന്നത്തെ കാലത്ത് ഞാൻ പറയാം, ഞാൻ ഇതുവരെ കോവിഡിൻ്റെ വാക്സിൻ എടുത്തിട്ടില്ല, ഒരെണ്ണം പോലും എടുത്തിട്ടില്ല. കൃത്യമായിട്ട് പറയാം. അന്നത്തെ കാലത്ത് ഓടിച്ചിട്ട് പേപ്പട്ടിയെ പിടിക്കുന്നവരാണ് അന്നത്തെ ആരോഗ്യവകുപ്പും പോലീസുകാരും നാട്ടിൽ കണ്ട എല്ലാവരും. ഇങ്ങനെ പൊതുജന പ്രവർത്തകരും സേവകരും മാധ്യമപ്രവർത്തകരും ഒക്കെ പട്ടിയെ പോലെ ഓടിച്ചിട്ട് പിടിക്കുമായിരുന്നു പല ആൾക്കാർ, വിദേശത്ത് വരുന്നവരെയും. എൻ്റെ ഒരു ബന്ധു തന്നെ വന്നിട്ട് യാതൊരു അസുഖവും ഇല്ലാഞ്ഞിട്ടും അദ്ദേഹം വീട്ടിൽ വന്ന് വീടിന് പുറത്തിറങ്ങിയെന്നൊരു ഒറ്റ കാരണത്താൽ, വീടിനകത്തിരിക്കണമെന്നാണ് പറയുന്നത്, വീടിന് പുറത്തിറങ്ങി എന്നുള്ള ഒറ്റ കാരണത്താൽ അയലോക്കാരൻ വിളിച്ച് പറഞ്ഞിട്ട് പുള്ളിക്ക് വാണിംഗ് കൊടുക്കുകയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തു. അതൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു ദിവസം ഞാൻ എൻ്റെ ഗ്രാമത്തിൽ തന്നെ ഉള്ള ഒരു ഇറച്ചിയൊക്കെ മേടിച്ച് രാവിലെ കഴിച്ചേക്കാം. എന്തായാലും കോവിഡ് കാലമാണ്, പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇറച്ചി മേടിക്കാൻ പോലീസിനെ തടഞ്ഞു. നടക്കില്ല എന്ന് പറഞ്ഞു. ഇറച്ചി മേടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഇറച്ചി വാങ്ങി തിരിച്ചു വന്നു. ഇതുകൂടാതെ നമ്മുടെ വീട്ടിലൊക്കെ പറമ്പിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കോവിഡ് ബാധിച്ചു. അപ്പോൾ കോവിഡ് ബാധിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ മകനും കോവിഡ് സ്ഥിരീകരിച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന്, അപ്പോൾ ഇയാൾ സ്ഥിരമായിട്ട് എൻ്റെ വീട്ടിൽ വരുന്ന ആളാണ്. ഈ പറഞ്ഞ ആ തൊഴിലാളി സ്ഥിരമായിട്ട് വരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് അങ്ങനെ സ്ഥിരമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കും, കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പിടിച്ച പോകാം, അദ്ദേഹത്തിനും പിടിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്കിത് കോവിഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവൻ നല്ല ആരോഗ്യവാനായിട്ട് വരുന്നു, ജോലി ചെയ്യുന്നു, പോകുന്നു. അപ്പോൾ അവൻ്റെ ടെസ്റ്റ് എടുക്കണം നിർബന്ധമായി. ടെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിന് പോസിറ്റീവാണ്, കോവിഡ് പോസിറ്റീവാണ്. അപ്പോൾ എനിക്കങ്ങോട്ടൊരു വിശ്വാസം വരുന്നില്ല. ഞാനാ പറഞ്ഞു നമുക്ക് വേറെടുത്ത് പോയി മറ്റൊരു ലാബിൽ കൂടെ പോയി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ലാബിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നെഗറ്റീവാണ്. ഇയാളെ ഞാൻ എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് വരുന്ന വഴിക്ക് എന്നെ പത്തനംതിട്ട ആരോഗ്യ വകുപ്പിൽ നിന്ന് വിളിക്കുന്നു. അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, പെരുന്തേനരുവി വാർഡിൽ താങ്കൾ മാത്രമേ കുത്തിവയ്പ്പ് എടുക്കാത്തുള്ളൂ, വാക്സിനേഷൻ ചെയ്യാത്തുള്ളൂ, അത് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. ആരോഗ്യവകുപ്പ് DMOയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, അത് നടക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്തു, ഒരു സത്യവാങ്മൂലം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആരോഗ്യവകുപ്പിൻ്റെ എനിക്ക് കോവിഡ് വാക്സിനേഷൻ മൂലം ഭാവിയിൽ അതായത് ആഫ്റ്റർ എഫക്റ്റ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളായിരിക്കും പൂർണ്ണ ഉത്തരവാദിത്വം എഴുതി തരണമെന്ന് പറഞ്ഞു.
എനിക്കങ്ങനെ ഒരു സത്യവാങ്മൂലം നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടണം, ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ചേട്ടൻ എന്തുവാണോ ചെയ്തോളാൻ പറഞ്ഞു, എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വാക്സിനേഷൻ ചെയ്തില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് കേരളത്തിൽ എൻ്റെ നാട്ടിൽ തന്നെ ഒട്ടേറെ ചെറുപ്പക്കാരടക്കം ആൾക്കാർ പടപെടാന്ന് വന്ന് അറ്റാക്ക് വന്ന് മരിച്ചു പോവുകയാണ്. ഈ കോവിഡ് വാക്സിൻ കൊടുത്ത കമ്പനി തന്നെ പറയുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ഏതാണ്ട് 7 വർഷമാണ്. അറിഞ്ഞിരിക്കേണ്ട പ്രിയ സുഹൃത്തുക്കൾ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വമ്പൻ മരുന്ന് കമ്പനികൾ ഒരു രോഗത്തിനൊരു മരുന്നുണ്ടാക്കിയതിന് ശേഷം 7 വർഷം വരെയുള്ള നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് അത് നമ്മുടെ ആരോഗ്യ വകുപ്പുകളിലേക്ക് കൊടുക്കുന്നത്, ആശുപത്രികളിലേക്ക് കൊടുക്കുന്നത്. ആ സ്ഥാനത്താണ് ഇതാ മരുന്ന് എന്ന് പറഞ്ഞ് എന്തോ ഒരു സാധനം, തട്ടിക്കൂട്ട് സാധനം ഉണ്ടാക്കി കൊടുത്തത്. ഇതേപോലെ സംഭവം എനിക്കറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട്. ചിക്കൻ ഗുനിയ വന്നപ്പോൾ അന്നത്തെ കാലത്ത് ആശുപത്രികൾ നിറഞ്ഞു കിടക്കുകയാണ്. ചിക്കൻ ഗുനിയയ്ക്ക് പാരസെറ്റമോൾ ഇരുന്നു. അപ്പോൾ അടുത്തിടെ ഞാൻ വെറുതെ, അപ്പോൾ എനിക്ക് ചിക്കൻ ഗുനിയ വന്നതാണ്. അതിന് ശേഷം പനിയൊന്നും വന്നിട്ടില്ല. വേറെ കാര്യം, എനിക്ക് പനി വരുന്ന ആളെയല്ല, ഞാൻ ഒരു മെഡിക്കൽ ക്യാമ്പിൽ പോയി, ചിക്കൻ ഗുനിയയുടെ മെഡിക്കൽ ക്യാമ്പിൽ പോയിട്ട് എനിക്ക് പെട്ടെന്ന് പിടിച്ചൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ആശുപത്രിയിൽ പോയിട്ട് അതിൻ്റെ അസഹനീയമായ നടുവേദനയൊക്കെ ഉണ്ടാകുന്നൊരു സംഭവമാണ് ചിക്കൻ ഗുനിയ. അപ്പോൾ ഞാൻ അവിടെ ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെനിക്ക് പാരസെറ്റമോൾ തന്നു. ആശുപത്രിയുടെ പേര് ഞാൻ പറയുന്നില്ല. ചിക്കൻ ഗുനിയയ്ക്ക് പാരസെറ്റമോൾ കഴിച്ചു. 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ ചെവിയിലെ മുഴുവൻ തൊലിയും പൊളിയാൻ തുടങ്ങി. തൊലി മുഴുവൻ പൊളിഞ്ഞു പോയി. ഞാൻ പരമാവധി മരുന്നുകളോട് എനിക്കൊരു വിപ്രതിപത്തിയുള്ള ആളാണ്. അങ്ങനെ മരുന്നുകൾ എടുക്കാറില്ല. ഞാൻ നടൻ ശ്രീനിവാസൻ പറയുന്ന പോലെ ഇതിനെ ഞാൻ എതിർക്കുന്ന ഒരു രീതിയൊന്നുമില്ല. പക്ഷെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായ മരുന്നുകൾ കഴിക്കാതിരിക്കുക. സർക്കാർ പണ്ടൊരു വലിയൊരു ഭീഷണിയുണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി. 3000 രൂപയാണ് അന്നത്തെ കുത്തിവെപ്പ്. അപ്പോൾ എന്തുമാത്രം പൈസ ഉണ്ടാക്കി കാണും ഇവിടുത്തെ ആശുപത്രികളും ഇവിടുത്തെ മരുന്ന് മാഫിയയും. 3000 രൂപ എടുത്ത് കുത്തിവെപ്പെടുത്ത ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വരുവാണേ വന്നോട്ടെന്ന് പറഞ്ഞു. ഞാൻ എല്ലാത്തരം ഇത്തരം കുത്തിവെപ്പുകൾ അതിനെ നിഷേധിക്കുകയൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ മറ്റൊരു വശം കൂടെ ഞാൻ പറയാം കേട്ടോ. ചില രക്തഗ്രൂപ്പുകൾക്ക് വലിയ പ്രശ്നം ഉണ്ടാകാറില്ല, ചില അസുഖങ്ങൾ അവരെ നേരിടാറില്ല, ചില പെട്ടെന്ന് ബാധിക്കും. ഇപ്പോൾ നമ്മൾ പുകവലിക്കുന്ന കാര്യം പറഞ്ഞ പോലെ പുകവലിക്കുന്ന എല്ലാവർക്കും ശ്വാസകോശത്തിൽ അർബുദം വരാറില്ലല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞവരേ ഉള്ളൂ, ചിലർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. എൻ്റെ നാട്ടിൽ തന്നെ ഈ കഴിഞ്ഞ ഞാൻ വളരെ സങ്കടത്തോടെയാണ് ഈ വീഡിയോ പറയുന്നത്. ഇപ്പം തന്നെ ഞാൻ കണ്ടല്ലോ, പ്രിൻസ് ലൂക്കോസിൻ്റെ കാര്യം കണ്ടല്ലോ, അയാൾ മരിച്ചത്. നിങ്ങൾ എടുത്തു നോക്കിയോ നിങ്ങളുടെ തന്നെ നാട്ടിൽ. ഇപ്പോൾ എൻ്റെ നാട്ടിലെ ഞാൻ പറഞ്ഞു, എൻ്റെ അറിവിൽ ഈ കോവിഡ് വാക്സിനേഷന് ശേഷം മറ്റ് അസുഖങ്ങളില്ലാതെ അറ്റാക്ക് വന്ന ഏതാണ്ടൊരു 40-50 പേര് മരിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ പരിശോധിച്ചു. ഞാൻ ഒരിക്കലും വീണ്ടും പറയുന്നല്ലോ, ഞാൻ ശാസ്ത്രീയതയോ സയൻസിനോ മെഡിക്കൽ സയൻസിനോ എതിർത്ത് പറയില്ല. പക്ഷെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു അബദ്ധം, ഒരു മെഡിസിൻ എന്നുള്ള രീതിയിൽ അത് ചെയ്തത് ശരിയായില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജാഗ്രത പാലിക്കുക, അത്യാവശ്യം എക്സർസൈസൊക്കെ ചെയ്യുക. പക്ഷെ അത് അമിതമാവില്ല, അതും പറയാം. അമിതമായ എക്സർസൈസ് ചെയ്യില്ല, ന്യായമായിട്ട് നടക്കുകയും അല്ലെ ഇച്ചിരി വിറക് കയറുമോ അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ, നീന്തലോ സൈക്ലിങ്ങോ അതുപോലെ കാര്യങ്ങൾ ചെയ്യുക. അധികമായിട്ട് എക്സർസൈസ് ചെയ്യാതിരിക്കുക. എൻ്റെ ഒരു അനുഭവം വെച്ച് മാത്രമാണ് പറയുന്നത്. ഞാൻ ഡോക്ടറല്ല. പക്ഷെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യങ്ങൾ പറയുന്ന പോലെ എൻ്റെ ഒരു അനുഭവ സമ്പത്ത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നുള്ളൂ. പലപ്പോഴും എല്ലാ ശാസ്ത്രീയമായ അറിവുകളും ശാസ്ത്രീയമാവണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ അനുഭവം നമുക്ക് കുറേയധികം കാര്യമുണ്ട്. നമ്മൾ പലപ്പോഴും പറയില്ലേ, ഒന്നിപ്പഴിച്ചാൽ മൂന്നിത്തീരും എന്നൊക്കെ പറഞ്ഞ പോലെ. അത് ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റാവാം. എന്നിരുന്നാലും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ നമ്മളൊരു എല്ലാത്തിനും മെഡിക്കൽ സയൻസിനെ ആശ്രയിക്കാതെ നമ്മൾ കുറച്ചൊരു ജാഗ്രത നമ്മളിൽ തന്നെ ഒന്ന് പാലിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഒത്തിരി പേർക്ക് കോവിഡ് വാക്സിനേഷൻ ഒത്തിരി പേർക്കല്ല, ഒരു 99.9 പേർക്കും വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. ഞാൻ പറയാം, എനിക്ക് എടുക്കാത്തതിൻ്റെ പേരിൽ ഒന്നും സംഭവിച്ചില്ല. ഇത് തന്നെ ഞാൻ പറയുന്നുള്ളൂ. എടുത്തവർക്കെല്ലാം സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഈ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക്
അറ്റാക്ക് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ രണ്ടാമത്തെ കാര്യം എന്ത് അസുഖം സംഭവിക്കാം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നിരുന്നാൽ പോലും സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളിൽ നമുക്ക് നമ്മളുടേതായ ജാഗ്രത എടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോയെ പറ്റി ആദ്യം പറഞ്ഞോട്ടെ, ഇതൊരു ആധികാരികമായ വീഡിയോ അല്ല എന്ന് ആദ്യം പറഞ്ഞേക്കാം. ഇതൊരു അനുഭവത്തിൻ്റെ പേരിൽ അല്ലെ എൻ്റെ ഒരു ചുറ്റുപാടുകളിലെ അറിവിൽ മാത്രം കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കാണാം.